അടേ ഇത്ര മീനടാ മോനെ സീൻ. സ്ഥലം കൊള്ളാം, പക്ഷെ ഈ ഒരു പ്രശ്നമുണ്ട്, കാല് ഫുള്ള് വൃത്തിയാക്കി തരും കേട്ടോ. സൂപ്പർ വെള്ളം ഗൈസ്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ള തമിഴ്നാട്ടിലാണ്. കാളികേശം വെള്ളച്ചാട്ടത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. സംഭവം ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ നല്ലതാന്ന് തോന്നി. ഗൂഗിൾ മാപ്പ് അടിപൊളിയായിരുന്നു, അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ഇറങ്ങിയതാണ്. സംഭവം വരുന്നത് കേരള തമിഴ്നാട് ബോർഡറിലാണ്. അപ്പോൾ എന്തെങ്കിലും കുറച്ചുകൂടെ പോകാനുണ്ട്. ഇതാ ഞാൻ സ്ഥലമൊക്കെ കാണിച്ചു തരാം. ഇത് വരുന്ന വഴിക്ക് കേട്ടോ, നമ്മൾ ചെക്ക് പോസ്റ്റ് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വരുന്ന വഴിക്ക് ഇതുള്ളത്. ആ വെള്ളച്ചാട്ടം എനിക്ക് തോന്നുന്നു ആ മലയുടെയൊക്കെ മൂട്ടിലായിട്ട് വരും. കുറച്ചുകൂടെ പോകാനുണ്ട്, ഒരു 6 കിലോമീറ്റർ പോകാനുണ്ട്. നമ്മൾ വന്ന 3 വണ്ടിയും പിന്നെ മൊത്തം അവന്മാർ 3 പേരും പിന്നെ ഞാനും 4 പേര്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി പോയി നോക്കാം. സ്ഥലം സൂപ്പറാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും പോയി നോക്കാം. ആ പാലത്തിന് താഴോട്ട് നോക്കിയപ്പം ഒരു കിളി വെള്ളത്തിൽ കൂടെ പോകുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു എൻ്റെ നീർക്കാക്കയാന്ന് തോന്നുന്നു. എന്തായാലും അതിന് നോക്കി കുറേ നേരം നിന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ വെള്ളത്തിനടിയിൽ കൂടെ നീന്തി പോകുന്നത്. അത് മീനെ പിടിക്കാൻ നോക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും അതിനെ നോക്കി കുറച്ച് നേരം നിന്നിട്ട് പിന്നെ ബാക്കി പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മൾ കുറച്ച് പേര് വന്നപ്പോഴത്തേക്കും നമ്മൾ ചെക്ക് പോസ്റ്റിലെത്തി. ചെക്ക് പോസ്റ്റിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ബാക്കി പോകാനായിട്ട്. ടിക്കറ്റിൻ്റെ വില വരുന്നത് ഒരാൾക്ക് 20 രൂപയും ഒരു ബൈക്കിന് 30 രൂപയാണ്. ഗൈസ്, അപ്പോൾ ഇവിടം വരെയാണ് വണ്ടി വരുന്നത്. ഇതാ വണ്ടി കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് വേറെ ആരും വന്നതാ. ഇതാ അവന്മാരങ്ങോട്ട് നടക്കുന്നുണ്ട് കണ്ടോ. അവിടം വരെ റോഡുള്ളൂ, പിന്നെ വെള്ളമാണ്. നമുക്ക് വെള്ളച്ചാട്ടത്തിൽ പോകണമെങ്കിൽ കുറച്ച് മേളിലോട്ട് നടക്കണമെന്ന് തോന്നുന്നു. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഇതാ ഒരു ചെറിയ അമ്പലം. എനിക്ക് തോന്നുന്നു നടന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പിന്നെ കുറച്ചുകൂടെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. വെള്ളം കണ്ടോ, നല്ല ഫ്രഷ് ക്ലിയർ വെള്ളം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി മേളിലോട്ട് കയറി നോക്കാം. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല, അതൊരു സംശയം. മേളിലുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അതുവഴി അങ്ങോട്ട് നടന്നു നോക്കാം. നേരെ ഇങ്ങനെ നടന്നു നോക്കാം, അവിടെ എത്തുന്ന തോന്നുന്നത്. നമ്മൾ അതുവഴി തന്നെ കയറി ഇറങ്ങി ഇപ്പുറത്ത് വന്ന് ഇനി ഇതിലേക്കൂടെ തന്നെ പോയി നോക്കാം. മൊത്തം നമ്മൾ നടന്നു പോകുന്ന വഴി മൊത്തം ഉരുളം കല്ലാണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ വെള്ളം പൊങ്ങുന്ന സമയത്ത് വെള്ളം ഒഴുകുന്ന സ്ഥലം തന്നെയാന്ന് തോന്നുന്നു. ഗൈസ്, 11 ആ ജാക്കറ്റും പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. അത് കിട്ടി, വീഡിയോ കിട്ടി. ഇത് എവിടുന്ന് വരുന്ന വെള്ളമൊന്നും അറിയത്തില്ല, പക്ഷെ കൊള്ളാം. ഇപ്പം മഴക്കാലമല്ല ഞാൻ പറഞ്ഞ പോലെ, എന്നിട്ട് പോലും ഇത്രയും വെള്ളമുണ്ടല്ലോ. ഗൈസ്, ഇത് വരുന്നേ ഉള്ളൂ. യെസ് ഗൈസ്, വെള്ളച്ചാട്ടം നമ്മൾ വിചാരിച്ച പോലെ ഭയങ്കര വലിയൊരു വെള്ളച്ചാട്ടമല്ല. എനിക്ക് തോന്നുന്നു വെള്ളം കുറവായോണ്ടാ, അല്ലെങ്കിൽ ഇങ്ങനെ പരന്നൊഴുകണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ ഇതാണ് സ്പോട്ട്. ഇവിടെ വരെ നമുക്ക് വരാൻ പറ്റും. വാവ്. അപ്പോൾ ഇതാണ് ഗൈസ് സ്പോട്ട്. ഇതിൽ ഇറങ്ങി ഇവിടെ ഇറങ്ങുന്ന അലൗഡല്ല. 5 മിനിറ്റ് വെള്ളച്ചാട്ടം കണ്ടിട്ട് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഇതൊരു സംഭവം കണ്ടിട്ട് പോവാം. സംഭവം കാണാൻ അടിപൊളി കേട്ടോ. ഉണ്ടോ അവിടെ നിൽക്കുന്ന 2 പേര് ഫോറസ്റ്റ് ഓഫീസേഴ്സാണ്. ആ നീലയും അവരുടെ ആരോ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എന്തായാലും ഇറങ്ങാൻ പറ്റത്തില്ല. നമുക്ക് തൽക്കാലം കണ്ടിട്ട് അത് നോക്കി കൊച്ചിനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ? അല്ല, കൊച്ചിനെ വയറ്റത്ത് വെച്ചുകൊണ്ട് പോകുന്നുണ്ടോ? അയ്യോ, കൊച്ചു പക്ഷെ അതിരിക്കുന്നു നോക്ക്. ഓ മൈ ഗോഡ് ഗായ്സ്, സ്ഥലം അടിപൊളിയാണ്. ഇവിടെയൊക്കെ നല്ല ആഴമാണെന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ട് ഉറപ്പാ. ഇതാ വെള്ളം ഇങ്ങനെ വന്നിട്ട് ചിലയിടത്തൊക്കെ മറ്റേ പാറയുടെ കുഴിയും കാണും. ഇതോ അവിടെ കണ്ടോ ചുഴി പോലെ ഉണ്ടോ ആ ഭാഗത്ത്. സ്ഥലം കൊള്ളാം, പക്ഷേ ഈ ഒരു പ്രശ്നമുണ്ട്, ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പോവാണ് ഗൈസ്. ഇവിടെ അധികം നേരം നിൽക്കാനും സമ്മതിക്കുന്നില്ല അവർ. നമ്മൾ ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ്. വിടുമായിരുന്നെങ്കിൽ ഇറങ്ങാൻ കൊള്ളായിരുന്നു. നല്ല സൂപ്പർ സ്ഥലമാണ്, നല്ല ഫ്രഷ് വെള്ളമാണ്, നല്ല കാട്ടിൽ നിന്ന് തന്നെ വരുന്ന വെള്ളമാണ്. എന്തായാലും പോവാം. നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ്, പക്ഷെ കൊള്ളാം കേട്ടോ, സ്ഥലം അടിപൊളിയാണ്. ഗൈസ്, സംഭവം എന്ന് വെച്ചാൽ അവിടെ നേരത്തെ ആരൊക്കെ ഇറങ്ങിയിട്ട് മരിക്കുകയൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ നേരത്തെ മുകളിലോട്ട് വിടുമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ വിടാത്ത അങ്ങ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അടുത്ത് വെള്ളച്ചാട്ടം കൊണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം പോകാൻ പറ്റത്തില്ല, കാരണം ഏതോ ചെറുപ്പക്കാർ വന്നിട്ട് എടുത്ത് ചാടി ഈ ഇടയ്ക്ക് 2-3 ദിവസം മുന്നേ കണ്ട് മരിച്ച്. അതുകൊണ്ട് ഇപ്പോൾ വിടുന്നില്ല. അല്ലെങ്കിൽ മുകളിലോട്ട് പോയായിരുന്നു. ഇറങ്ങാനൊക്കെ നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു, പക്ഷേ
അല്ല ഇറങ്ങിയിട്ടില്ല അവർ മരിച്ചത്, അവരെ ചാടിയിട്ട് തലയിൽ ഇടിച്ചിട്ടാണ് മരിച്ചത്. ഇറങ്ങിയ കുഴപ്പമൊന്നുമില്ലെന്ന് അവർ പറയുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ ഇറങ്ങാം. ഈ സ്ഥലം നൈസാന്ന് തോന്നുന്നു. അടേ ഇത്ര മീനടാ മോനെ, സീൻ. വെള്ളം നല്ല തണുത്ത സൂപ്പർ വെള്ളം, ഒരു രക്ഷയില്ല. ഇവിടെ വേറെ ശല്യമൊന്നും ഇല്ലല്ലോ, ഫുള്ള് നിറച്ച് മീനാ. കാണുന്നില്ലേ നമുക്ക്? എത്ര മീനാ നോക്ക് ഗൈസ്. എൻ്റെ അമ്മേ, കാല് ഫുള്ള് വൃത്തിയാക്കി തരും കേട്ടോ. ഇത്രമാത്രം മീൻ. ഇപ്പുറത്തെ കാലം നോക്ക് എൻ്റെ മോനെ. സൂപ്പർ വെള്ളം ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ വെള്ളത്തിൽ നിന്ന് കയറി ഗൈസ്. സ്ഥലം അടിപൊളിയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പോകാൻ വേണ്ടി വണ്ടിയൊക്കെ എടുത്തു. നമുക്കിനി കുറച്ചുകൂടെ വന്നിട്ടുണ്ട്. ഇപ്പം ഇവരൊക്കെ ഇപ്പോൾ വന്നതാണ്. അപ്പോൾ എന്തായാലും സ്ഥലം അടിപൊളിയാണ്. നല്ല തണുത്ത വെള്ളമൊക്കെയാണ്. പിന്നെ ഈ പ്രശ്നം കാരണം മേലോട്ട് പോകാൻ പറ്റാത്തതാ. മറ്റേ ആരോ മരിച്ചില്ലേ, നമുക്കിനി പിന്നെ കാണാൻ വരാൻ പറ്റുമോ നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ലൊക്കേഷൻ ബയോ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി വീഡിയോസിനെ സബ്സ്ക്രൈബ്.